നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 22 ശനിയാഴ്ച. എല്ലാ ഓസ്ട്രേലിയ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ഓസ്ട്രേലിയയുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സൌത്ത് ഓസ്ട്രേലിയൻ കുടുംബങ്ങളുടെ ജീവിത ചെലവ് 3 മടങ്ങ് വരും മാസത്തോടെ ഉയരുമെന്ന റിപ്പോർട്ട്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ, വീട്, സാധനങ്ങൾ എന്നിവയ്ക്കുള്ള ഇൻഷുറൻസ്, ഊർജ്ജ ബില്ലുകൾ എന്നിവ അടുത്ത മാസം വർദ്ധിക്കുവാൻ ഒരുങ്ങുകയാണ്. ആരോഗ്യ ഇൻഷുറൻസ് പ്രീമിയങ്ങൾ ശരാശരി 3.73% വർദ്ധിക്കും. ഇത് അവിവാഹിതർക്ക് $110, കുടുംബാംഗങ്ങൾക്ക് $217 വാർഷിക വർധനവിന് കാരണമാകും. മലയാളികൾ അടക്കമുള്ള കുടുംബങ്ങൾക്ക് ഉയർന്ന ജീവിത ചെലവ് സാമ്പത്തിക പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് ഉറപ്പാണ്. വിക്ടോറിയൻ പാർലമെന്റിന്റെ മാരത്തോൺ സമ്മേളനത്തിന് ശേഷം ഇരുസഭകളും കർശനമായ ജാമ്യ നിയമങ്ങൾ പാസാക്കി. സർക്കാർ കൊണ്ടുവന്ന മാറ്റങ്ങൾ സംസ്ഥാന പാർലമെന്റ് ഒറ്റ രാത്രി കൊണ്ട് പാസാക്കിയതോടെ സംസ്ഥാനത്ത് കൂടുതൽ കർശനമായ പുതിയ ജാമ്യ നിയമങ്ങൾ നിലവിൽ വരും. മാറ്റങ്ങളുടെ ഭാഗമായി യുവാക്കളായ കുറ്റവാളികൾക്ക് റിമാൻഡ് ഇനി അവസാന ആശ്രയമായി കണക്കാക്കില്ല. ജാമ്യത്തിലിരിക്കെ കുറ്റകൃത്യം ചെയ്യുന്ന ആളുകൾക്ക് കർശനമായ ജാമ്യ പരിശോധനകൾ ഉണ്ടായിരിക്കും. ഫെഡറൽ ഗവൺമെന്റിന്റെ സുപ്രധാന ഭവന നയങ്ങളിലൊന്നിനുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ വിപുലീകരിക്കും. ആദ്യ വീട് വാങ്ങുന്ന താഴ്ന്ന വരുമാനമുള്ള ആളുകൾക്ക് വാങ്ങുന്ന പ്രോപ്പർട്ടികളിൽ 40% വരെ ഓഹരി പങ്കാളിത്തം ലഭ്യമാകും. സഹായം സർക്കാർ ഏറ്റെടുക്കുന്ന ഹെൽപ് ടു ബൈ സ്കീമിന്റെ പ്രയോജനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുമെന്ന് ഭവനമന്ത്രി ക്ലെയർ ഓ'നെയിൽ പ്രഖ്യാപിച്ചു. ഉയർന്ന വരുമാനമുള്ള ആളുകൾക്ക് ഈ സ്കീമിന് അർഹത ഉണ്ടാകും. സൌത്ത് ഓസ്ട്രേലിയയിൽ ചെറുവിമാനം തകർന്നുണ്ടായ അപകടത്തിൽ പൈലറ്റിന് ദാരുണാന്ത്യം. നിയന്ത്രണം നഷ്ടമായ ചെറുവിമാനം രാവിലെ 11:15 മിഡ് വെസ്റ്റ് മേഖലയിലെ വിദൂര കൃഷിയിടത്തിൽ തകർന്നു വീഴുകയായിരുന്നു. 60 വയസ്സുകാരനായ പൈലറ്റാണ് മരണപ്പെട്ടത്. വിമാനത്തിൽ മറ്റ് യാത്രക്കാരും ഉണ്ടായിരുന്നില്ല. അപകടത്തിൽ ഔദ്യോഗിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അഗ്നിപർവ്വത സ്ഫോടനത്തെ തുടർന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് ബാലിയിലേക്കുള്ള വിമാനങ്ങൾ തിരിച്ചിറക്കി. ജെറ്റ്സ്റ്റാർ, വെർജിൻ ഓസ്ട്രേലിയ തുടങ്ങിയ എയർലൈനുകളാണ് അപകടകരമായ സാഹചര്യത്തെ തുടർന്ന് തിരിച്ചിറക്കിയത്. എന്നാൽ സ്ഥിതി മെച്ചപ്പെട്ടതിന് ഇന്നലെ ഉച്ചയോടെ തന്നെ ജെറ്റ്സ്റ്റാർ ഓസ്ട്രേലിയയ്ക്കും ഡെൻപെസാറിനുമിടയിൽ സാധാരണ പ്രവർത്തനം പുനരാരംഭിച്ചതായി എയർലൈൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. ഇന്തോനേഷ്യയിലെ ഫ്ലോറൻസ് ദ്വീപിന്റെ തെക്കിഴക്കൻ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ലോബോ ടോബി ഇരട്ട അഗ്നിപർവ്വതമാണ് ഇന്നലെ രാവിലെ പൊട്ടിത്തെറിച്ചത്. എയർബിഎൻബി, സ്റ്റേജ് പോലെയുള്ള സേവനങ്ങൾ വഴിയുള്ള ഹ്രസ്വകാല വാടക താമസ ബുക്കിംഗുകൾക്ക് ലെവി ചുമത്തുന്നതിനുള്ള ബിൽ ACT സർക്കാർ അവതരിപ്പിച്ചു. ജൂലൈ 1 മുതൽ 28 ദിവസത്തിൽ താഴെയുള്ള ബുക്കിംഗുകൾക്ക് 5% ലെവി പ്രാബല്യത്തിൽ വരും. ലെവി ഏകദേശം 1100 ഷോർട്ട് ടേം വാടകകളിൽ ചിലത് ദീർഘകാല വാടക വിപണിയിലേക്ക് മാറാൻ പ്രേരിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വീടുകളുടെ ലഭ്യത മെച്ചപ്പെടുത്തുവാൻ ഇത് സഹായകരമാകുമെന്ന് ACT ട്രഷറർ ക്രിസ് റെയ്ൻ അറിയിച്ചു. 7 വയസ്സുകാരിയെ ബലാത്സംഗം ചെയ്തത് ഉൾപ്പെടെയുള്ള കേസിൽ വെസ്റ്റ് ഓസ്ട്രേലിയൻ പൌരനായ 58-കാരൻ കുറ്റക്കാരനാണെന്ന് ഫ്രൂൺ ജില്ലാ കോടതി കണ്ടെത്തി. 2015-നും 2017-നും ഇടയിലായി 3 വ്യത്യസ്ത സംഭവങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇയാൾക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുള്ളത്. റിമാൻഡിലായ പ്രതിക്കെതിരെ ഈ മാസം അവസാനം കോടതി ശിക്ഷ വിധിക്കും. This part of the program sponsored by Tharawad Restaurant, Corinda, Brisbane. കൊതിയൂറും നല്ല നാടൻ ഭക്ഷണങ്ങളും മറ്റ് ഒതന്റിക് സൗത്ത് ഇന്ത്യൻ വിഭവങ്ങളും ഒരുക്കുന്ന ബ്രിസ്ബെയിനിലെ ഏറ്റവും മികച്ച റെസ്റ്റോറന്റ് തറവാട് റെസ്റ്റോറന്റ്. അംഗനവാടി ജീവനക്കാരെ സ്ഥിരം സർക്കാർ ജീവനക്കാരായി പരിഗണിക്കണമെന്ന ഗുജറാത്ത് ഹൈക്കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് കേന്ദ്ര സർക്കാർ. അടൂർ പ്രകാശ് എംപിയുടെ ചോദ്യത്തിന് വനിതാ ശിശുക്ഷേമ സഹമന്ത്രി സാവിത്രി താക്കൂർ ലോക്സഭയിൽ നൽകിയ മറുപടിയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. അംഗനവാടി ജീവനക്കാരുടെ പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിന് നിലവിൽ നിർദ്ദേശമില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. രാജ്യത്ത് ആശാവർക്കർമാർക്ക് ഏറ്റവും അധികം വേതനം നൽകുന്നത് കേരളത്തിലാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആശാ, അംഗനവാടി ജീവനക്കാർക്കടക്കം എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് സർക്കാരിനുള്ളതെന്നും സ്ത്രീ സന്നദ്ധ പ്രവർത്തകർ എന്നതിൽ നിന്നും തൊഴിലാളികൾ എന്ന നിലയിലേക്ക് കേന്ദ്രം അംഗീകരിച്ചാൽ മാത്രമേ അവരുടെ പ്രശ്നങ്ങൾക്ക് പൂർണ്ണമായും പരിഹാരം കാണാൻ കഴിയൂവെന്നും വീണ ജോർജ് പറഞ്ഞു. മലപ്പുറം എടക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നതിനിടയിലായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ഡൽഹി ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് യശ്വന്ത്
യശ്വന്ത് വർമ്മയുടെ ഔദ്യോഗിക വസതിയിൽ നിന്നും കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിൽ ട്വിസ്റ്റ്. ജഡ്ജിയുടെ വസതിയിൽ പണം കണ്ടിട്ടില്ലെന്ന് ഡൽഹി ഫയർഫോഴ്സ് ചീഫ് അതുൽ ഗാർഗ് പറഞ്ഞു. തീ അണച്ചതിന് പിന്നാലെ തീപിടുത്തം സംബന്ധിച്ച് പോലീസിനെ അറിയിച്ചു. ഉടൻ ഫയർഫോഴ്സ് സംഘം സംഭവസ്ഥലത്ത് നിന്നും മടങ്ങി. തീ അണയ്ക്കുന്നതിനിടെ തങ്ങളുടെ സംഘം അവിടെ പണമൊന്നും കണ്ടില്ലെന്നാണ് അതുൽ ഗാർഗ് ആരോപണം നിഷേധിച്ചുകൊണ്ട് പറഞ്ഞത്. തൃശൂർ പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊന്നു. പെരുമ്പിലാവ് സ്വദേശി 27 വയസ്സുള്ള അക്ഷയാണ് കൊല്ലപ്പെട്ടത്. ഗുരുവായൂർ സ്വദേശി ബാദുഷിക്കും വെട്ടേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇവരുടെ സുഹൃത്ത് ലിഷോയ് ഒളിവിലാണ്. 3 പേരും ഒട്ടേറെ ക്രിമിനൽ കേസുകളിലെ പ്രതികളാണെന്നാണ് പോലീസ് പറയുന്നത്. സ്മാർട്ട് ഇലക്ട്രിസിറ്റി മീറ്ററിന്റെ പേരിൽ കർണാടക സർക്കാർ 7,500 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്ന് വെളിപ്പെടുത്തൽ. കരാർ മീറ്റർ നിർമ്മാതാവിന് നൽകുന്നതിന് പകരം വിതരണക്കാരന് നൽകിയത് മൂലം മീറ്ററിന്റെ വില കൂടിയെന്നും അന്വേഷണം വേണമെന്നും ബിജെപി നിയമസഭയിൽ ആവശ്യപ്പെട്ടു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.